ഭരതമുനിയൊരു കളം വരച്ചു. ഭാസകാളിദാസർ കരുക്കൾ വെച്ചു. ഭരതമുനിയൊരു കളം വരച്ചു. ഭാസകാളിദാസർ കരുക്കൾ വെച്ചു. ഭരതമുനിയൊരു കളം വരച്ചു. ഇന്ന് ഒരു മത്സരാർത്ഥിയേ ഉള്ളൂ. പേര് കൃഷ്ണ. കൃഷ്ണയെ ഞാൻ സ്നേഹപൂർവ്വം എൻ്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യും. കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 10 ചോദ്യങ്ങൾക്കും കൃഷ്ണയ്ക്ക് ഉത്തരം പറയാൻ ഗുരുവായൂരപ്പൻ എന്താണ് തുണയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഒരു ഭാഗ്യം കിട്ടിയത് ഒരു എൻട്രി ചോദ്യമില്ലാതെ ഡയറക്റ്റായിട്ട് ഹോട്ട് സീറ്റിൽ വന്നു. പക്ഷെ അതിനൊരു കുഴപ്പമുള്ളത് 10,000 രൂപ വരെ കൃഷ്ണയ്ക്ക് കളിക്കാൻ പറ്റും. നമുക്ക് അത് മാത്രമല്ലല്ലോ, നമുക്ക് കുറച്ച് സംസാരിക്കാം അല്ലേ, കാര്യങ്ങളൊക്കെ അറിയാം. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നു? അമ്മയുണ്ട് കൂടെ. അമ്മയുണ്ട്. അപ്പൊ അമ്മയുടെ അടുത്തൊന്ന് സംസാരിക്കാം. ഹലോ സാർ. നമസ്കാരം. നമസ്കാരം സാർ. എവിടെ വീട് കൃഷ്ണയുടെ? കരമനയാണ്, മേലാറന്നൂർ. ആ, മേലാറന്നൂറാണ്. അതിന്റെ മേളിലാണ് ഞാൻ താമസിക്കുന്നത്. സാറിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത്. ഇപ്പൊ തൊട്ടടുത്താണ്. ഇപ്പൊ അവിടെ ജസ്റ്റ് മാറിയിട്ടുണ്ട്. ശകലം മാറി താമസിച്ചു, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു കൃഷ്ണ? ഞാനിപ്പോ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതിന്റെ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. ഓക്കെ. എവിടാണ്? ഇഗ്നു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യുവാണ്. അമ്മ ഹൗസ് വൈഫ് ആണോ അതോ? അല്ല, അമ്മ ഹോം നേഴ്സ് ആണ്. കുട്ടികളെയൊക്കെ നോക്കാൻ പോകുന്നുണ്ട്. ഉണ്ട്. അമ്മ എങ്ങനെയാണ്, പാടുവോ? ഇല്ല സാർ, ഇല്ല. കുട്ടികളെയൊക്കെ നോക്കാൻ പോകുമ്പോൾ ചിലപ്പം കുട്ടികൾ ഉറങ്ങിയില്ലെങ്കിൽ പാടി ഉറക്കണ്ടേ ഒരു താരാട്ട് പാട്ട്? ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേര്. പണ്ട് പിള്ളേരെ എന്നെയൊക്കെ തട്ടി ഉറക്കുന്നേ വാവോ വാവോ. താരട്ട് പാട്ടൊക്കെ പാടും. ഞങ്ങളെ ഉറക്കുന്നത് പോലെ താരട്ട് പാട്ടുകളൊക്കെ കുട്ടികളോട് പാടും. അങ്ങനെയുള്ളൂ, അല്ല പാട്ടൊന്നും പാടിയൊന്നുമില്ല. മതി, ആവശ്യമുള്ളൂ. കൃഷ്ണ പാടുവോ? ഞാന് പാടുമെന്ന് ചോദിച്ചാൽ കാഷ്വലായിട്ട് പാടും. പാടില്ല എന്ന് പറയത്തില്ല. ആരും പാടും, ഞാൻ പാടും. അപ്പൊ കൃഷ്ണയ്ക്ക് എന്താണ് പറയാം, നേടാം, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിയാം. കാരണം ഇപ്പൊ എല്ലാവരും കണ്ടു, ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. 3 സെഗ്മെന്റ്. 1 കേറി പാടാം മക്കളെ, 5 ചോദ്യം. 2 സവാരി ഗിരിഗിരി, അതിൽ 4 ചോദ്യം. ഏറ്റവും ലാസ്റ്റ് രാജമാണിക്യം, അതിലൊരൊറ്റ കടുപ്പപ്പെട്ട ചോദ്യം. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് തുടങ്ങാം. ഓക്കെ, കേറി പാടാ മക്കളെ. ഏത് സിനിമയെന്നാണ് ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചാൽ കൃഷ്ണയ്ക്ക് ഉത്തരം നൽകാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയാം. മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് മൂവി ഗാന്ധർവം. അപ്പൊ മനസ്സിൽ ഈ സിനിമ ആലോചിക്കുക, ഈ സിനിമയുടെ പല സീക്വൻസും ആലോചിക്കുക, ഈ സിനിമയുടെ സംഗീതം, അത് ഇത് എന്ന് വേണ്ട A to Z ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഉത്തരം പറയാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. കേറി വാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. ഗാന്ധർവം എന്ന സിനിമയുടെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? A. അലക്സ് കടവിൽ, B. ഡെന്നിസ് ജോസഫ്, C. ശ്രീനിവാസൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്ലൂ എന്തെങ്കിലും? എന്നെ ആദ്യമായിട്ട് സിനിമയിൽ പാടിച്ച, മദ്രാസിൽ പാടിച്ചൊരു വ്യക്തിയാണ്. ആൻസർ B ആണെന്ന് തോന്നുന്നു. ലോക്കിയ. ഡെന്നിസ് ജോസഫ്. ഞങ്ങൾ ഇവിടെ എടുത്തിട്ട് പൂട്ടാം, വരിഞ്ച് മുറുക്കുകയും ചെയ്യും. ഡെന്നിസ് ജോസഫ്, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്, അല്ലേ? ഓക്കെ കൃഷ്ണ, എന്തൊക്കെയാണ് ഹോബീസ്? പാട്ട് ഒത്തിരി കേൾക്കും. കുറേ പാട്ട് ഫേവറേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതെപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ ഹോബി ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ക്ലാസ്സസ് ഉണ്ട്, അതിൻ്റെ ഹോബി ചെയ്യാനായിട്ട് ടൈം കിട്ടാറില്ല. കുറേ സ്റ്റുഡൻസ് ഹോം ട്യൂഷൻസ് ഒക്കെ ഉണ്ട്. യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ? യാത്രകളൊക്കെ പോകുന്ന ആൾ തന്നെയാണ്. ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. എവിടെയൊക്കെ പോകും? പോയിട്ടുണ്ട്? പോയിട്ടൊക്കെ ഉണ്ട്. ആരാണ് കൃഷ്ണയുടെ റോൾ മോഡൽ? എൻ്റെ ലൈഫിലെ റോൾ മോഡൽ എന്ന് പറയാനായിട്ട് ആകെ എൻ്റെ അമ്മയാണ്.
അമ്മയാണ് റോൾ മോഡൽ എന്ന് പറയുന്നത്. അമ്മ ഞങ്ങളെ ഇത്രയും വളർത്തിക്കൊണ്ട് വരുന്നതുകൊണ്ട് അമ്മയാണ് മെയിനായിട്ട്. അച്ഛനില്ല. അപ്പോൾ എൻ്റെ റോൾ മോഡൽ അമ്മയാണ്. അപ്പോൾ എല്ലാവരും ഒരു കുട്ടിയെ വളർത്താനായിട്ട് കഷ്ടപ്പെടുന്നു, 2 കുട്ടിയെ വളർത്താൻ കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ 3 പേരെയും നോക്കുന്നുണ്ട്. 3 പേരാണോ? 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്. ആരാണ് മൂത്തത്? ഞാൻ തന്നെയാണ്. മൂത്തത്. ഇതിന്റെ താഴെയാണ് ബാക്കി എല്ലാവരുടെയും പഠിത്തവും അല്ലേ? ഒരാള് മാരീഡാണ്, കല്യാണം കഴിഞ്ഞു, കുട്ടിയൊക്കെ ആയി. ഒരാള് ഇപ്പോൾ സ്റ്റഡി കഴിഞ്ഞു, ഒരു വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പൊ അമ്മയാണ് റോൾ മോഡൽ. അമ്മ തന്നെയാണ്. നല്ല കാര്യം. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ അമ്മ എന്ന് പറഞ്ഞ 2 അക്ഷരം ഒരു വലിയ സംഭവമാണ് ശരിക്കും. കാരണം എനിക്കും എൻ്റെ ജീവിതത്തിൽ ആരാണ് ഏറ്റവും വലിയ റോൾ മോഡൽ, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ എല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ്. പിന്നെ എൻ്റെ ഭാര്യ. അമ്മ ആണ് തുടക്കം. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ഞാൻ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ഞാൻ അവിടെ മേടയിൽ വീട്ടിൽ പോകും, തൈക്കാട്. ഞാൻ താമസം വീടാണെങ്കിലും അവിടെ പോയിട്ട് അമ്മയുടെ അനുഗ്രഹമായി. അപ്പോൾ അമ്മ ഇങ്ങനെ എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അമ്മ വെച്ചിട്ട് പറയും, നന്നായി പാടാ മോനെ എന്ന് പറയും. എനിക്കിപ്പോഴും ആ ഗന്ധം എൻ്റെ മൂക്കിലുണ്ട്. അതായത് അമ്മയുടെ ആ കൈ പിടിച്ച് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു അമ്മയുടെ മണമുണ്ടല്ലോ, അതെൻ്റെ മൂക്കിൽ ഇപ്പോഴും എൻ്റെ ശരീരത്തിലുണ്ട്. ഒരുപക്ഷെ അമ്മയുടെ ആ പ്രാർത്ഥനയായിരിക്കും എനിക്കിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. എന്തായാലും നന്നായിരിക്കട്ടെ കൃഷ്ണ, അമ്മ തന്നെ ആയിരിക്കണം റോൾ മോഡൽ. അപ്പോൾ കേറി പാടാ മക്കളയിൽ 2ാമത്തെ ചോദ്യം ഇതാ. ഗാന്ധർവം സിനിമയിൽ അലക്സ്, അതായത് മോഹൻലാൽ നടത്തുന്ന വർക്ക്ഷോപ്പിന്റെ പേരെന്താണ്? ഈസി ക്വസ്റ്റ്യൻ. എ സാംസ് ഗാരേജ്, ബി റാംസ് ഗാരേജ്, സി സോളമൻസ് ഗാരേജ്. ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു ഗാരേജ് എന്ന് പറഞ്ഞാൽ അറിയാം. ആൻസർ എ ആണെന്ന് തോന്നുന്നു. എടുത്തിട്ട് പൂട്ടാൻ അറിയോ? അപ്പോ സാംസ് ഗാരേജ് എ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ കൃഷ്ണ കുക്കൊക്കെ ചെയ്യൂ? കുക്കിംഗ് ചെയ്യില്ല. ചായ ഉണ്ടാക്കാൻ അറിയും? ചായ ഉണ്ടാക്കാറില്ല. അത്രയെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ ഒരാൾ വരികയാണെങ്കിൽ. ആരെങ്കിലും വരികയാണെങ്കിൽ ചായ അല്ലെങ്കിൽ കോഫി. അല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ നിങ്ങൾ 2 പേരായിട്ട് താമസിക്കുമ്പോൾ ഒരു ചായയും അത്യാവശ്യം അല്ലേ? അതിന് പഠിക്കണം, കുക്കിംഗ് പഠിക്കണം. അയ്യോ, അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഒരുപാട് പഠിച്ചു. ലോക്ക്ഡൗൺ പീരീഡിൽ ഞാൻ ഫുൾ റെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ റെസ്റ്റ് ചെയ്തില്ല. ഞാൻ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ മട്ടൻ കറി ഉണ്ടാക്കി, കരിവേപ്പില ചിക്കൻ ഉണ്ടാക്കി, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ. ഇതെല്ലാം ഞാൻ യൂട്യൂബിലിട്ടു. അപ്പോൾ കുറേ അണ്ണന്മാരെഴുതി പാട്ടൊക്കെ നിർത്തി വന്നു. ഞാൻ പറഞ്ഞു, പാട്ട് എവിടെ പാടാന്? കാരണം ലോക്ക്ഡൗൺ പീരീഡ് വീട്ടിൽ മുറിയിലിരുന്ന് പാടാന്നുള്ളതല്ല, സിനിമയില്ല, തിയേറ്ററില്ല, ഒന്നുമില്ലല്ലോ, എല്ലാം നിശ്ചലമായിരിക്കില്ല ഇപ്പോഴും. അപ്പോൾ എന്തായാലും കുക്കിംഗ് പഠിക്കണം. കാരണം കുക്കിംഗ് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയ ഇൻട്രസ്റ്റ് ആണ്, പിന്നെ നിർത്താൻ തോന്നില്ല. നമുക്ക് നല്ല രസകരമായിട്ട് നമുക്ക് കുറേ സമയം, പിന്നെ നമ്മുടെ മൈൻഡും ഒരിക്കലും വെളിയിലോട്ട് പോകില്ല, ഇതിനകത്ത് തന്നെ നിൽക്കും. കാരണം ഉപ്പ് കൂടുമോ, എരിവ് കൂടുമോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരും. മനസ്സിലായോ? മോഹൻലാലിനെ ഇഷ്ടമാണോ? അപ്പം മോഹൻലാൽ നടത്തുന്ന വർക്ക്ഷോപ്പിന്റെ പേര് പറഞ്ഞിരിക്കുന്ന സാംസ് ഗാരേജ്. സാംസ് ഗാരേജ് ഈസ് ദ കറക്റ്റ് ആൻസർ. 2000 രൂപ സമ്മാനമായിട്ട് ഇതാ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത് അല്ലേ? അതെ. ഓക്കെ.